ഹായ്, നമ്മുടെ നീറ്റ് 2021 എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ആൻസേഴ്സ് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിന്ന് വാട്സ്ആപ്പ് ചെയ്താൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ സെപ്റ്റംബർ 20 സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ യു ക്യാൻ ജോയിൻ. സോ അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക. വളരെ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന ഒരു ഫീസ് മാത്രമേ നമ്മൾ അതിൽ നിന്ന് ഈടാക്കുന്നുള്ളൂ. അപ്പൊ ഡീറ്റെയിൽസിന് വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്ന് നടന്ന നീറ്റ് എൻട്രൻസ് എക്സാമിനേഷന്റെ ബയോളജിയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫുള്ള് കേൾക്കുക, അവസാനം വരെ കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന്, ഈ 90s എത്രയാണ് കിട്ടി എന്നുള്ളതും കൂടി, അല്ലെങ്കിൽ ടോട്ടൽ ആൻസർ കീ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അത് നിങ്ങൾക്ക് മാർക്ക് എങ്ങനെയുണ്ട് എന്ന് കൂടി ദയവേത് കമന്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്റെ കയ്യിലുള്ളത് M5 എന്ന് പറയുന്ന കോഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കറക്റ്റ് ആയിട്ടാണോ നിങ്ങൾ ചെയ്തത് നോക്കുക. Mutation in plant cells can be induced by gamma rays ആണ് ഓപ്ഷൻ 3. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് എടുത്തെടുക്കുന്നത്. സെൽസ് വിത്ത് ആക്റ്റീവ് സെൽ ഡിവിഷൻ കപ്പാസിറ്റി, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ടിഷ്യൂ ഹാവിംഗ് ഓൾ സെൽസ് സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സിമ്പിൾ ടിഷ്യൂ. അങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കറക്റ്റ് മാച്ചിങ് 1 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 103. Which of the following is a correct sequence of steps in PCR? Polymerase chain reaction steps ഏതൊക്കെയെന്നാണ്. നമുക്കറിയാം denaturation, annealing and extension. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 104. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലെൻഡ് സെൽസ്, കോർക്ക്, കാമ്പിയം, സെക്കൻഡറി കോർട്ടെക്സ്, കോർക്ക് എന്ന് പറഞ്ഞത്. അത് നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ ഓപ്ഷൻ 2 നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓപ്ഷൻ 2. നെക്സ്റ്റ് നമ്മുടെ കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓൺ സെൻട്രൽ ഡോഗ്മ. സെൻട്രൽ ഡോഗ്മയിൽ ABC D എന്ന് പറഞ്ഞിട്ട് മാച്ച് ചെയ്യാൻ തന്നിട്ടുണ്ട്. സോ അത് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ 3 ആണ്. ബിക്കോസ് A എന്ന് പറയുന്ന റെപ്ലിക്കേഷൻ, B ട്രാൻസ്ക്രിപ്ഷൻ, C ട്രാൻസ്ലേഷൻ ആൻഡ് D is പ്രോട്ടീൻ. സോ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. Question number 106. The term used for transfer of pollen grains from anthers of one plant to stigma of different plant which during pollination brings genetically different types of pollen grains to stigma is. ഒരു ചെടിയിൽ നിന്ന് മറ്റു വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ചെടിയിലേക്ക് പോകുമ്പോൾ അത് നമ്മൾ വിളിക്കുന്ന പേര് xenogamy എന്നാണ്. ഓപ്ഷൻ 1 is the right answer. Question number 107. DNA strands on gel stained with ethidium bromide when viewed under UV radiation appear as bright orange കളറിലാണ് കാണപ്പെടുന്നത്. So bright orange bands. Option 2 is the right answer. Question number 108. Which of the following is an incorrect statement? അപ്പൊ അതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. മെച്ചർ സീവ് ട്യൂബ് എലമെന്റ്സ് പൊസസ് എ കോൺസ്പിഷ്യസ് ന്യൂക്ലിയസ് ആൻഡ് എ യൂഷ്വൽ സൈറ്റോപ്ലാസ്മിക് ഓർഗനല്ലേ, വിച്ച് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സോ ഓപ്ഷൻ 1 is the right answer. 109. In spite of interspecific competition in nature, which mechanism the competing species might have evolved for their survival? അതിനാണ് നമ്മൾ റിസോഴ്സ് പാർട്ടീഷൻ ചെയ്യുന്നത്. സോ റിസോഴ്സ് പാർട്ടീഷനിങ്. ഓപ്ഷൻ 1 is the right answer. ഗമ്മെ ആർ പ്രസന്റ് ഇൻ, ഗമ്മെ കപ്പൊക്കെ ഉള്ളത് ഏതിലെന്നാണ് ചോദ്യം. അത് സം ലിവർ വേർഡ്സിനകത്താണ് കാണപ്പെടുന്നത്. സോ ഓപ്ഷൻ 4 is the right answer. സം ലിവർ വേർഡ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 111. മാച്ച് ദ ലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേര് അത് അങ്ങനെയാണ് നമ്മൾ ടൊമാറ്റോ നിർമ്മിക്കുന്നത്. പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് ടോട്ടിപൊട്ടൻസി ആണ് ഉള്ളത് കൊണ്ടാണ് സംഭവിക്കുന്നത്. മെരിസ്റ്റം കൾച്ചർ ആണ് വൈറസ് ഫ്രീ പ്ലാന്റ്സ് ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. അങ്ങനെ വരുന്നത്. സോ ഓപ്ഷൻ 2 is the right answer. The production of gametes by the parents, formation of zygote. The F1 F2 plants can be understood from the diagram called Punnett square എന്ന് വിളിക്കും. That is option 3 is the right answer. Punnett square. 113. Genera like Salaginella salvinia produced 2 kinds of spores. Such plants are known as, നല്ല എളുപ്പമുള്ള question, they are called heterosporous. Option 4 is the right answer. 114. The amount of nutrients such as carbon, nitrogen, phosphorus and calcium present in the soil at a given time is referred to, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ് എന്ന് വിളിക്കും. That is option 3 is the right answer. Amensalism can be represented as ഒരാൾക്ക് ഗുണവും ഒരാൾക്ക് ദോഷവും, ഒരാൾക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ലാത്തത്, നെഗറ്റീവും സീറോയും വരുന്നത്. That is option 1 is the right answer. Match the following. cohesion, adhesion, surface tension, guttation. അതിനെ വെച്ചിട്ട് അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഇപ്പോൾ തന്നിട്ടുണ്ട്. അത് ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആയിട്ട് മാച്ച് ചെയ്ത് വരുന്നത്. 117. Which of the following is not an applicable for PCR? Polymerase chain reaction applicable അല്ലാത്തത് എന്നാണ്.
പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഒരിക്കലും പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസിന് വേണ്ടി ഉപയോഗിക്കാറില്ല. അതിന് ബയോറിയാക്ടറും ഡൗൺ സ്ട്രീം പ്രോസസിംഗ് ഒക്കെയാണ് വരുന്നത്. സോ പ്യൂരിഫിക്കേഷൻ ഓഫ് ഐസൊലേറ്റഡ് പ്രോട്ടീൻ ആണ് അവിടുത്തെ റോങ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ 3 is the right answer. 118. During the purification process of recombinant DNA technology, addition of chilled ethanol precipitated out. Chilled ethanol നമ്മൾ ആഡ് ചെയ്യുന്നത് DNA precipitate out ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ സെക്കൻഡ് വൺ ഈസ് ദി റൈറ്റ് ആൻസർ. 119. In the equation GPP minus R is equal to NPP, R represents. അതിനെ നമ്മൾ റെസ്പിറേറ്ററി ലോസ് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ 4 is the right answer. 120. The first stable product of carbon dioxide fixation in sorghum. Sorghum ഒരു C4 plants ആണ്. അതുകൊണ്ട് തന്നെ oxaloacetic acid ആണ് അവിടുത്തെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്. ഓപ്ഷൻ 2 is the right answer. 121. Which of the following algae produce carrageen? Carrageen എന്ന് പറയുന്നത് നമ്മുടെ rhodophysa റെഡ് ആൽഗയുടേതാണ്. സോ ഓപ്ഷൻ 3 is the right answer. Which of the following statements is not correct? തെറ്റായിട്ടുള്ളത്. Pyramid of biomass in C is generally inverted. കറക്റ്റ് ആണ്. Pyramid of biomass in C is generally upright. അപ്പോൾ അത് റോങ് ആണല്ലോ. സെക്കൻഡ് വൺ ഈസ് ദി റോങ് ആൻസർ, മീൻസ് നമ്മുടെ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 123. ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്, ക്രിസ്റ്റേ, തൈലക്കോയിഡ്, സെൻട്രോമിയർ, സിസ്റ്ററിനെ എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് മാച്ച് ചെയ്ത് വെക്കാനാണ് കോളം 2-ല്. സോ ഓപ്ഷൻ 3 നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരും. 124. Which of the following are not secondary metabolites? താഴെ തന്നിരിക്കുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റ് അല്ലാത്തത് എന്നാണ്. അമിനോ ആസിഡ്സും ഗ്ലൂക്കോസും അവിടെ തന്നിട്ടുണ്ട്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് അല്ല, അത് പ്രൈമറി മെറ്റബോളൈറ്റ് ആണ്. സോ ഓപ്ഷൻ 2 is the right answer. Question number 125. Which of the following algae contains mannitol as reserved food? Mannitol reserved food ആയിട്ട് വരുന്നത് ആർക്കെന്നാണ്? ഈ തന്നിരിക്കുന്നതിനകത്ത് എക്ടോകാർപ്പസ് ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 1 is the right answer. Question number 126. A typical angiosperm embryo sac at maturity. Mature ആകുമ്പോൾ അതിനകത്ത് 7 സെല്ലും 8 ന്യൂക്ലിയസും കാണും. സോ 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ്. ഓപ്ഷൻ 1 is the right answer. Question number 127. Diadelphous stamens are found in. Diadelphous stamens കാണപ്പെടുന്ന 9+1 കണ്ടീഷനിൽ P plants ഉണ്ട്. സോ ഓപ്ഷൻ 3 is the right answer. When gene targeting involving gene amplification is attempted in an individual's tissue to treat disease, it is known as. നമ്മൾ അസുഖം മാറ്റാൻ വേണ്ടി ജീൻ തെറാപ്പി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ജീനിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ 2 ജീൻ തെറാപ്പിയാണ് റൈറ്റ് ആൻസർ. 129. Which of the following stages of meiosis involves the division of centromere? Centromere division നടക്കുന്നത് anaphase secondലാണ്. That is option 3 is the right answer. Plants follow different pathways in response to environment or phases of life to form different kinds of structures. This ability is called. അതിനെ നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്നാണ് വിളിക്കുന്നത്. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളതാണ്. Question number 131. Which of the following plants is monoecious? താഴെ തന്നിരിക്കുന്നത് monoecious ആയിട്ടുള്ളതാണ്. തന്നിരിക്കുന്നത് ഖാര. ഓപ്ഷൻ 2 നമുക്ക് monoecious ആയിട്ട് എടുക്കാം. So the option 2 is the right answer. 132. When the centromere is situated in the middle of two equal arms of chromosomes, the chromosome is referred as. നടുക്ക് വന്നിരിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് മെറ്റാസെൻട്രിക് എന്നാണ്. ഓപ്ഷൻ 1 is the right answer. 133. The site of perception of light in plants during photoperiodism is. That is by leaf ആണ് അത് light absorb ചെയ്യുന്നത്. That is option 4 is the right answer. The factor that leads to founder effect in population, അത് നമ്മൾ വിളിക്കുന്ന പേര് ജനറ്റിക് ഡ്രിഫ്റ്റ് നടക്കുന്നതുകൊണ്ടാണ് ഫൗണ്ടർ ഇഫക്റ്റ്. അവർ ഒരു ഐസൊലേറ്റഡ് ഏരിയയിലേക്ക് പോവുകയും ഫൗണ്ടർ ഇഫക്റ്റ് ഉണ്ടാകുകയും സംഭവിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഡ്യൂ ടു ജനറ്റിക് ഡ്രിഫ്റ്റ്. ഓപ്ഷൻ 4 is the right answer. The plant hormone used to destroy weeds in the field is. weedicide ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 2,4-D ആണ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ 3 is the right answer. Now coming to section B. 136. അവിടെ ഒരു നൈട്രോകോക്കസ്, റൈസോബിയം, തയോബാസിലസ്, അതിന് മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് വരുന്നതാണ്. 137. കറക്റ്റ് പെയർ എടുക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് സെൽസ് ഓഫ് മെഡുലറി റേസ് ദാറ്റ് ഫോം പാർട്ട് ഓഫ് കാമ്പിയൽ റിംഗ്, ഇന്റർഫാസിക്കുലർ കാമ്പി എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ. ദാറ്റ് ഈസ് എ റൈറ്റ് വൺ. കറക്റ്റ് ആയിട്ടുള്ള പെയർ ആണ്. സോ തേർഡ് വൺ ഈസ് ദി റൈറ്റ് ആൻസർ. 138. Which of the following statement is correct? Fusion of cells is called karyogamy. അല്ല, ന്യൂക്ലിയസിനാണ് karyogamy. Fusion of protoplasm between the two motile or non-motile gametes is called plasmogamy, which is the right answer. So option 2 is the right one. 139. Identify the correct statement. ആ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. RNA polymerase binds to Rho factor to terminate the process of transcription in bacteria എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ 2 ആണ് അവിടെ റൈറ്റ് ആയിട്ട് വരുന്നത്.
Question number 140. In the exponential growth equation, nt is equal to n0 e raised to rt, e represents അത് natural log ന്റെ പവർ ആയിട്ടാണ് ബേസ് ആയിട്ടാണ് വരുന്നത്. So it is a base of natural logarithm. Option 3 is the right answer. Question number 141. Which of the following statement is incorrect? During aerobic respiration, role of oxygen is limited to the terminal stage. Correct ആണ്. ETS pathway ആയിട്ട് നമ്മൾ കാണുന്നതാണ്. In ETC, electron transport chain, one molecule of NAD plus H plus gives to rise to 2 ATP. അവിടെ വെച്ച് 3 ATP ആണ്. So option 2 ആണ് അവിടെ ആൻസർ. Wrong statement. So that is the answer, option 2. 142. What is the role of RNA polymerase 3 in the process of transcription in eukaryotes? Eukaryotes RNA 3 യുടെ റോൾ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. RNA polymerase 3 യുടെ അത് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് tRNA, 5S rRNA, snRNA യുടെ ട്രാൻസ്ക്രിപ്ഷൻ സഹായിക്കുന്നു. So option 2 is the right answer. Question number 143. In some members of which of the following pairs of families pollen grains retain their viability for months after release? അത് Poaceae family എന്തായാലും വരില്ല. പിന്നെ അവിടെ ഉള്ളത് Rosaceae family, Leguminaceae family ഉണ്ട്. So option 4 is the right answer. 144. Match the following ആണ്. S phase, G2 phase അങ്ങനെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓപ്ഷൻ 3 റൈറ്റ് ആയിട്ട് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. So option 3 is the right answer. Question number 145. Nowadays, it is possible to detect the mutated gene causing cancer by allowing radioactive probe to hybridize its complementary DNA in a clone of cells, followed by its detection using autoradiography. Because കാരണം മ്യൂട്ടേഷൻ ചെയ്ത ജീൻ ആകുമ്പോൾ അതിന്റെ കോംപ്ലിമെന്ററി സ്റ്റാൻഡ് പ്രോബിൽ കാണില്ല. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. So mutated gene does not appear on a photographic film as the probe has no complementary with it. So option 3 is the right answer. Question number 146. Plasmid PBr322 has PST1 restriction enzyme site within the gene ampicillin R that confers ampicillin resistance. If this enzyme is used for inserting a gene for beta-galactosidase production and the recombinant plasmid is inserted in an E. coli strain, അപ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ampicillin resistance നഷ്ടമാകും. പിന്നെ അതിന് ampicillin മീഡിയത്തിൽ ജീവിക്കാൻ പറ്റാതെയാകും. So it will not get able to confer ampicillin resistance to the host cell. So it is option 1 is the right answer. 147. അവിടെ കുറച്ച് ഫ്ലോറൽ ഫോമിലെയും കോളം 2 അതിന്റെ ഫാമിലിയും തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 റൈറ്റ് മാച്ച് ആയിട്ട് വരുന്നുണ്ട്. ഓപ്ഷൻ 1. Question number 148. Which of the following statement is incorrect? അത് തന്നിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് cyclic photophosphorylation involves both PS1 and PS2 എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നോൺ സൈക്ലിക്കിനാണ് അങ്ങനെ വരുന്നത്. So option 4 is the right answer. 149. ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. പ്രോട്ടീൻ, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 റൈറ്റ് ആയിട്ടുള്ള മാച്ച് ആണ്. ഓപ്ഷൻ 1 ഈസ് ദി റൈറ്റ് ആൻസർ. ബോട്ടണിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 150. DNA fingerprinting involves identifying differences in some specific regions in DNA sequence is called. അങ്ങനെ നമ്മൾ സീക്വൻസ് ചെയ്യുന്നതിന് repetitive DNA എന്ന് പറയും. So it is option 2 is the right answer. ഇനി നമ്മൾ സുവോളജിയിലേക്കാണ് കിടക്കുന്നത്. 151. Which of the following statements wrongly represents the nature of smooth muscles? Smooth muscles intercalated disc ഒന്നും കാണത്തില്ല. Communication among the cells is performed by intercalated disc എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. So option 3 is the wrong statement. 152. The organelles that are included in the endomembrane system are. Endomembrane സിസ്റ്റത്തിനകത്ത് മൈറ്റോകോൺട്രിയ ഒന്നും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതിൽ തന്നിരിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോംസ് ആൻഡ് vacuoles. Option 2 is the right answer. 153. With regard to insulin, choose the correct option. തന്നിരിക്കുന്നതിനകത്ത് C peptide is not present in mature insulin. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Insulin produced by rDNA technology has C peptide എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Pro insulin has C peptide കറക്റ്റ് ആണ്. A peptide and B peptide of insulin are interconnected by disulfide SS sulfur bond വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. So A, C, D statements ശരിയാണ്. So option 3 is the right answer. Question number 154. Venereal diseases can spread through using sterile needles. നല്ല needles ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അസുഖം ഉണ്ടാവില്ല. Transfusion of blood from infected person ഉണ്ടാകാം. Infected mother to fetus ഉണ്ടാകാം. ഈ രണ്ട് കാരണങ്ങളെ അവിടെ ഉണ്ടാകൂ. So B and C മാത്രമേ അവിടെ കറക്റ്റ് ആയിട്ട് വരൂ. So option 3 is the right answer. 155. Select the favorable conditions required for the formation of oxyhemoglobin at the alveoli. ഈ വർഷത്തെ +1 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. HB ഹീമോഗ്ലോബിൻ കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ PO2, ലോ H+ കോൺസെൻട്രേഷൻ, ലോ PCO2 കോൺസെൻട്രേഷൻ
as well as concentration of pressure and low temperature. So option 1 is the right answer. Question number 156, again ഒരു match the following ആണ്. Physalia, Limulus, Ancylostoma and Pinctada അവിടെ തന്നിട്ടുണ്ട്. അവിടെ correct answer option 3 ആണ് വരുന്നത്. 156 in answer option 3. In a cross between a male and female, both heterozygous for sickle cell anemia gene, what percentage of the progeny will be diseased? അതിൽ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം small h വരുന്നത് ഒരു 4-ൽ ഒരാൾക്കേ വരും എന്ന് പറയുമ്പോൾ 1/4 that is 25%. Option 3 is the right answer. അടുത്തത് match the following ആണ്. Aspergillus niger, Acetobacter aceti, Clostridium botulicum and Lactobacillus അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആയിട്ടുള്ള മാച്ച് ആയിട്ട് വരുന്നത്. 159, sphincter of Oddi is present at നമുക്കറിയാം പാങ്ക്രിയാസിന്റെയും ബൈൽ ജ്യൂസ് എല്ലാം കൂടി സെക്രേറ്റ് ചെയ്യുന്ന അവിടെ ഡിയോഡിനത്തിന്റെ ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് പ്രസന്റ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഹെപ്പാറ്റോപാങ്ക്രിയാറ്റിക് ഡക്ട് ആൻഡ് ഡിയോഡിനം. ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. 160, which of the following is not an objective of biofortification? ബയോഫോർട്ടിഫിക്കേഷന്റെ ലക്ഷ്യമല്ലാത്തത് എന്നാണ് ഇവിടെ ചോദ്യം. So it is option 2, improve resistance to disease. ഒരിക്കലും ബയോഫോർട്ടിഫിക്കേഷൻ ലക്ഷ്യമല്ല. So that is option 2 is the right answer. Question number 161, erythropoietin hormone which stimulates RBC production is produced by, അത് JG cells ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Juxtaglomerular cells of kidney. Option 4 is the right answer. Question number 162, which one of the following organism bears hollow and pneumatic long bones? അതൊരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ്. നിയോഫ്രോൺ ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 is the right answer. Question 163, the centriole undergoes duplication during, centriole duplication നടക്കുന്നത് S phase-ലാണ്. Option 1 is the right answer. Question number 164, Dobson unit are used to measure the thickness of, Dobson unit, Dobson എന്ന് പറയുന്നത് നമ്മുടെ ഓസോണിന്റെ thickness അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. So option 3 is the right answer. 165, which one of the following belongs to the family Muzzidae? Muzzidae ഫാമിലിയിൽ വരുന്നത് Musca domestica housefly ആണ്. Option 4 is the right answer. 166, read the following statements. ഞാനിപ്പോൾ എല്ലാം വായിക്കുന്നില്ല. അതിനകത്തുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ ചോദ്യം. അതിനകത്ത് എ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ബാക്കി ഡി സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, ബാക്കി ബിയും സിയും ഇയും ശരിയാണ്. സോ ഓപ്ഷൻ 4 ഈസ് ദി റൈറ്റ് ആൻസർ. 167, for effective treatment of the disease, early diagnosis and understanding its pathophysiology is very important. Which of the following molecular diagnostic techniques is very useful for early detection? Early detection ഏറ്റവും എളുപ്പം നമ്മുടെ ELISA ടെസ്റ്റ് ആണ്. Enzyme linked immunosorbent assay. Option 3 is the right answer. Receptors for sperm binding in mammals are present in, അത് നമ്മുടെ ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന zona pellucida ലെയറിലാണ്. So it is option 4, zona pellucida is the right answer. 169, chronic autoimmune disorder affecting neuromuscular junction leading to fatigue, weakness and paralysis of skeletal muscle is called, അത് നമ്മൾ വിളിക്കുന്ന പേര് myasthenia gravis ആണ്. Option 3 ആണ് right answer. Which one of the following is an example of hormone releasing IUD? Intrauterine device LNG20 progesterone ആയിട്ടൊക്കെ പഠിക്കാനുണ്ട്. So LNG20 അവിടെ ഓപ്ഷൻ ഉണ്ട്. Option 2 is the right answer. Again ഒരു match the following ആണ്. Volt, IUD, vasectomy, tubectomy. Option 2 റൈറ്റ് ആയിട്ടുള്ള മാച്ചിങ് ആണ്. ഓപ്ഷൻ 2. 172, match the following: metamerism, canal system, complex, nidoblast, animal kingdom എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 3 റൈറ്റ് ആയിട്ടുള്ള മാച്ചിങ് ആണ്. 173, the houseflies has 8 chromosomes 2n in each cells during interphase of mitosis. If the number of chromosomes at G1 phase is 8, what would be the number of chromosomes after S phase? S phase-ൽ DNA മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യൂ, നമ്മുടെ ക്രോമസോംസ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ക്രോമസോം നമ്പറിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. സോ ഓപ്ഷൻ 1, 8 എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. Question number 174, during the process of gene amplification using PCR, if very high temperature is not maintained in the beginning, then which of the following steps in PCR will be affected first? Very high temperature നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈഡ്രജൻ ബോൺസ് പൊട്ടി പോകാൻ വേണ്ടിയിട്ടാണ്, അത് ഡീനാച്ചുറേഷൻ. അപ്പൊ ഡീനാച്ചുറേഷൻ വേണ്ടിയിട്ടാണ് ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ കൊടുത്തില്ലെങ്കിൽ ഡീനാച്ചുറേഷൻ നടക്കില്ല. സോ ഡീനാച്ചുറേഷൻ ഓപ്ഷൻ 3 is the right answer. If adenine makes 30% of DNA molecule, what will be the percentage of thymine, guanine and cytosine in it? 30% adenine ആണെങ്കിൽ സ്വാഭാവികമായിട്ടും thymine 30%, ബാക്കി 40%-ൽ 20 guanine 20 cytosine. So option 3 is the right answer. Which enzyme is responsible for the conversion of inactive fibrinogens to fibrin? ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കാൻ സഹായിക്കുന്ന ത്രോംബിൻ ആണ്. ഓപ്ഷൻ 1 is the right answer.
Succus entericus is referred to as, succus entericus എന്ന് പറയുന്നത് intestinal juice ആണ്. So that is option 2 ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. Identify the incorrect pair. താഴെ തന്നിരിക്കുന്ന ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഡ്രഗ്സ് റിസിൻ എന്ന് തന്നിരിക്കുന്നു. അല്ല, ഡ്രഗ്സ് റിസിൻ എന്ന് പറയുന്നത് നമ്മുടെ ടോക്സിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദി റൈറ്റ് ആൻസർ. Which stage of meiotic prophase shows terminalization of chiasmata as a distinctive feature? ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആണ്, that is diakinesis. Option 3 is the right answer. Question number 180. Persons with the AB blood group are known as universal recipients. This is due to universal recipient എന്ന് വിളിക്കാൻ കാര്യം അവർക്ക് ആന്റിബോഡി എയോ ബിയോ ഇല്ല. So absence of antibodies anti-A and anti-B in plasma is the right answer. Option 4. Question number 181. The specific recognition sequence identified by endonuclease to make cuts at specific positions within the DNA is called. അതിന് പറയുന്ന പേര് അല്ലെങ്കിൽ അതാണ് പാലൻഡ്രോമിക് സീക്വൻസ്. അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ ഒരുപോലെ ഇരിക്കും. സോ പാലൻഡ്രോമിക് ന്യൂക്ലിയോസൈഡ് സീക്വൻസ്. ഓപ്ഷൻ 3 റൈറ്റ് ആൻസർ. 182. Which of the following characteristics is incorrect with respect to cockroach? കോക്രോച്ചുമായിട്ടുള്ള തെറ്റായിട്ടുള്ളതാണ്. A ring of gastric CK is present at the junction of midgut and hindgut. This is wrong statement. So option 1 is the right answer. 183. Which of the following RNAs is not required for the synthesis of protein? Protein synthesis ആവശ്യമില്ലാത്തത് ഏതെന്നാണ്. siRNA അതിന് ആവശ്യമില്ല. So option 4 is the right answer. 184. Which is the only enzyme that has capability to catalyze initiation, elongation and terminalization in the process of transcription of prokaryotes? Transcription നമ്മൾ ഉപയോഗിക്കുന്നത് DNA dependent RNA polymerase enzyme ആണ്. So option 2 is the right answer. The partial pressure in millimeters of mercury of oxygen and carbon dioxide at alveoli are, അത് എത്രയാണ് വാല്യൂ ചോദിച്ചിരിക്കുന്നത്. ഓക്സിജന്റെ വാല്യൂ 104 വരും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാല്യൂ 40 വരും. സോ ഓപ്ഷൻ 1 ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ഈസ് പാർട്ട് ബി, സുവോളജി. 186. Which of the following is not a step in multiple evolution embryo transfer technology? MOET സ്റ്റെപ്പ് അല്ലാത്തത്. Cow is administered for hormone having LH-like activity. That is a wrong statement. So that is the answer. 1 ആണ് ആൻസർ. 187. Which of the following secretes the hormone relaxing during the later phase of pregnancy? അത് നമ്മുടെ corpus luteum ആണ് വരുന്നത്. Option 2. 188. Which during muscular contraction which of the following events occur? അപ്പോൾ അവിടെ തന്നിരിക്കുന്നതിനകത്ത് A bands widens എന്ന് പറയുന്നത് തെറ്റാണ്, ബാക്കിയെല്ലാം അവിടെ പോസിബിൾ ആണ്. സോ ഓപ്ഷൻ 1 ഈസ് ദി റൈറ്റ് ആൻസർ. ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെഫറൻസ് ടു ലിപ്പിഡ്സ്. ലിപ്പിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളതാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതില് ബിയും സിയും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. 190. Which of the following statements about histones is wrong? ഹിസ്റ്റോണുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ളതാണ് ചോദ്യം. pH of histone is slightly acidic. തെറ്റാണ്, acidic അല്ല, basic pH ആണ് വരുന്നത്. So option 2 is the right answer. അടുത്ത മാച്ച് ദ ഫോളോയിങ് ആണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ, കൺവേർജന്റ് എവല്യൂഷൻ ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് മാച്ച് ഓപ്ഷൻ 1 ആണ് വരുന്നത്. സോ ഓപ്ഷൻ 1 is the right answer. 192. Identify the types of cell junctions that helps to stop the leakage of the substances across the tissue and facilitation of communication with the neighboring cells via rapid transfer of ions and molecules. അത് പറയുമ്പോൾ തന്നെ ലീക്കേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ടൈറ്റ് ജംഗ്ഷൻ ആണ്, ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ജംഗ്ഷൻ. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ 2 is the right answer. Following are the statements about a prostomium of earthworm. അവിടെ തന്നിരിക്കുന്നതിനകത്ത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ബോഡി സെഗ്മെന്റ് എന്ന് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദി റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 194. The adenosine deaminase deficiency results into. അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസി വരുമ്പോൾ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഡിസ്ഫങ്ഷൻ ആണ്. ഓപ്ഷൻ 1 ഡിസ്ഫങ്ഷൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 195. സ്റ്റേറ്റ്മെന്റ്സ് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. AUG codes for methionine and phenylalanine. AAA and AAG both codons codes for amino acids as lysine എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നിരിക്കുന്നതിനകത്ത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പൊട്ട തെറ്റാണ്, നമുക്ക് വായിക്കുമ്പോഴേ അറിയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദി റൈറ്റ് ആൻസർ. 196. ഒരു അസേർഷനും റീസണും തന്നിട്ടുണ്ട്. എ പേഴ്സൺ ഗോസ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് എക്സ്പീരിയൻസ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വിത്ത് സിംറ്റംസ് ലൈക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആൻഡ് ഹാർട്ട് palpitations. Reason due to the low atmospheric pressure at a high altitude the body does not get sufficient oxygen. രണ്ടും ശരിയാണ്, and correct explanation ആണ്. So 1 is the right answer.
197 match the following: Allen's rule, physiological adaptation, behavioral adaptation, biochemical adaptations തന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. കറക്റ്റ് മാച്ച് ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. 198 ലിസ്റ്റ് 1ഉം 2 ഒക്കെ തന്നിട്ടുണ്ട്. അതിനകത്ത് ഫൈലേറിയാസിസ്, അമീബിയാസിസ്, ന്യൂമോണിയ, റിംഗ്വേം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അതിനകത്ത് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. 199 which of these is not an important component of initiation of parturition in humans? Parturition തുടങ്ങണമെങ്കിൽ ആവശ്യമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. നോട്ട് ആൻ ഇമ്പോർട്ടന്റ് എന്നാണ്. സോ റിലീസ് ഓഫ് prolactin is not important. So option 4 is the right answer. And the last question, scapula, cranium, sternum, vertebral column തന്നിട്ടുണ്ട്. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും സ്കാപ്പുല ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ആണ്. Then cranium എന്ന് പറയുന്നത് നമ്മുടെ ഫൈബ്രസ് ജോയിന്റ് ആണ് അവിടെ വരുന്നത്. sternum ഫ്ലാറ്റ് ബോൺ ആണ്. And vertebral column ഇടയിലാണ് cartilaginous joints കാണപ്പെടുന്നത്. So that is option 4 is the right answer. So one of the easiest questions തന്നെയായിരുന്നു എന്ന് പറയാം. എനിക്കൊരു 2 എണ്ണം തെറ്റിപ്പോയി, ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. എനിവേ, അപ്പോൾ ഓർമ്മയ്ക്കൊക്കെ വലിയ കുഴപ്പമില്ലാത്ത തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് ഏകദേശം എല്ലാവർക്കും ശരിയായിട്ടുണ്ടാവും തോന്നുന്നു. ഈ 390 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അറിയിക്കുക. ഒപ്പം നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് തുടങ്ങിയിരിക്കുകയാണ്. സെപ്റ്റംബർ 20-നാണ് പുതിയ റിപ്പീറ്റേഴ്സ് ബാച്ച്, ഓൺലൈൻ ആസ് വെൽ ആസ് ഓഫ്ലൈൻ രണ്ടും നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ വേണം എന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാവും.